അതൊക്കെ സോളാർ കയറ്റി പോകുന്ന വണ്ടികളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ഈ ദാവയിലാണ് ഇന്നലെ കിടന്നത്. ഇപ്പോൾ നമ്മൾ 2 വണ്ടികളായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി കൂടെ കൊടുത്ത് നമ്മുടെ അടുത്ത് വന്ന് ചേർന്നിട്ടുണ്ട് ആർക്കേടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ 3 വണ്ടി നിൽപ്പുണ്ട് ഇപ്പോൾ ഇവിടെ ആർക്കേട പമ്പിലാണ് ഇതുണ്ടോ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾക്ക് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. വണ്ടി രാവിലെ എടുത്ത് ഇപ്പോൾ ഒരു ചവിട്ടി ചവിട്ടുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് 400-500 കിലോമീറ്ററൊക്കെ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് അടുത്ത താവേ നിർത്തി കിടന്നുറങ്ങാം. ഇപ്പോൾ പെർ ഡേ നമ്മളൊരു 400-500 കിലോമീറ്ററൊക്കെയാണ് റൺ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് സാറിന് നമ്മൾ ഇങ്ങനെയുള്ള സിംഗിൾ ഓട്ടത്തിനൊക്കെ അങ്ങനെ നടക്കുകയുള്ളൂ. ഡബിളാകുമ്പോൾ രാത്രിയിലും പകലും വണ്ടി ഓടും, സിംഗിളാകുമ്പോൾ പകൽ മാത്രമേ ഓടുകയുള്ളൂ. മാക്സിമം നമ്മൾ പകൽ എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്ര കവർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ AC ഉള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 600-700 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ പാസ്സാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പാസ്സാവും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കമ്പനി വണ്ടി ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 3 വണ്ടി കൊണ്ട് കേട്ടോ ആർക്കേട തന്നെ. രാവിലെ വണ്ടി എടുത്ത് ഫസ്റ്റ് ടോൾ ഗേറ്റിലേക്ക് പോയി കയറുന്നു കേട്ടോ. ആദ്യത്തെ ടോൾ ഗേറ്റ് ഇന്നത്തെ. അപ്പം നമ്മൾ സോളാപൂർ റോഡിൽ നിന്ന് നമ്മൾ പൂന റോഡിലേക്ക് ഇറങ്ങുക കേട്ടോ. നമ്മുടെ ടിമ്പൂരിണി റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ നിന്ന നിപ്പിലൊക്കെ നമുക്ക് ഓരോ പണി കിട്ടുന്നു കേട്ടോ. ബൈക്കിൽ ഇതങ്ങോട്ട് ഒരെണ്ണം അഴിഞ്ഞു പോയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ബെൽറ്റ് ഒരെണ്ണം കയറ്റി അങ്ങ് അടിച്ചു കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ കൂടത്തിൽ വേറൊരു വണ്ടി കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം രാജസ്ഥാൻകാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ പോവുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ 3 വണ്ടിയായി. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിച്ചിട്ട് പയ്യെ വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി ഒരെണ്ണം ഓപ്പോസിറ്റ് വന്ന് പോയി. ഉള്ളത് സോളാപൂർ ടിമ്പൂരിണി റോഡിലാണ് ഉള്ളത് കേട്ടോ. ചാച്ചാടെ വണ്ടി ഭയങ്കര സ്ലോ കേട്ടോ. പയ്യ പോകുന്നത് എടുത്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ടിമ്പൂരിണി BPC നമ്മുടെ പമ്പ് കേട്ടോ. കമ്പനി ഓപ്പറേറ്റഡ് പമ്പ്. ഇവിടെയൊക്കെ നമ്മൾ കുറേ ഡീസൽ അടിച്ചിട്ടുള്ള ഹെൽപ്പറായിരുന്ന സമയത്ത്, ഹെൽപ്പർ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്തേ ഇവിടെയൊക്കെ വന്ന് ഇഷ്ടംപോലെ ഡീസൽ അടിച്ച് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ പണ്ട് സൂര്യഗ്യാസിൽ ഓടുമ്പോൾ സൂര്യഗ്യാസിൻ്റെ വണ്ടിയായിട്ട് ഗുജറാത്തിൽ വരുമായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ ഞാൻ ഹെൽപ്പറായിരുന്നു. അപ്പോൾ അതിൽ ക്ലിയർ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഡീസൽ അടിച്ചിട്ടിരുന്നു. ഷിർഡി 140. അപ്പം നമ്മളിങ്ങനെ കർമ്മലയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അഹമ്മദ്നഗർ റൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 40-50-60 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നഗറിലേക്ക് പോയി കയറും. നഗർ ബൈപ്പാസ് ജോയിൻ്റോ. ഇതൊരു പഴയ ടോൾ ഗേറ്റാണ് കേട്ടോ. ഈ തൂണൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള തൂണും ഇതുവഴി പണ്ട് വന്ന നല്ല ഓർമ്മയുണ്ട് നമുക്ക്. ചെറിയ സിംഗിൾ റോഡായ ഇവിടെ നിന്ന് പോലീസുകാരൊന്ന് പൈസ മേടിച്ചിരുന്ന സ്ഥലമാണിത്. ഡാടാ പൊളിച്ചുകൊണ്ട് സമയം കളഞ്ഞു. ഇപ്പോഴും അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഉള്ള കള്ളന്മാരായ പോലീസുകാർ നിന്ന് പൈസ മേടിച്ചിട്ടിരുന്ന സ്ഥലം അത്. ഇവിടെ ടോക്കണൊക്കെ തരുന്നുണ്ട് നമുക്ക്. ടോക്കണുണ്ട്. ഒരു മയിലിൻ്റെ പിന്നെ പട്ടിയുടെയും പൂച്ചയുടെയും പടമൊക്കെ ടോക്കണൊക്കെ തരും. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ ഇതുവഴി. അങ്ങനെയൊക്കെ പാസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. ആ റിലയൻസിൻ്റെ ഒരു അടിപൊളി പമ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും റിലയൻസിലാണ് ഡീസൽ അടിക്കുന്നത് കേട്ടോ.
റിലയൻസിൽ ഡീസൽ അടിച്ചോ മക്കളെ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫുള്ള് ഇപ്പോൾ റിലയൻസിൽ തന്നെ അടിക്കും. നമ്മുടെ കമ്പനി ഫുള്ള് റിലയൻസ് അടിക്കുന്നുണ്ട്. നല്ല മൈലേജും ഉണ്ട്, പിന്നെ അത്യാവശ്യം സ്കോറ് അതുകൊണ്ടൊക്കെ കുറേ പരിപാടിയുണ്ട്. എന്താ സംബന്ധിച്ച് ഓണർമാർക്ക് നല്ല ലാഭമാണ് കേട്ടോ റിലയൻസ് ഡീസൽ അടിക്കുന്നത്. എന്താ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയിന്റ് റിവാർഡ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയത്തില്ലാത്തവരുണ്ട് അതിനെപ്പറ്റി ചോദിച്ച് പഠിക്കുക കേട്ടോ. ഇവിടെ റിലയൻസ് ഡീസൽ അടിക്കാൻ നോക്കുക, അടിപൊളിയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ കുറച്ച് വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഇങ്ങോട്ട് കറക്റ്റ് നമ്മുടെ മുഖത്തോട്ട് തന്നെ അടിക്കുന്നത്, വണ്ടിക്കകത്തോട്ട് തന്നെ വെയിലടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉറക്കം വന്നപ്പോൾ ഞാൻ ഇവിടെ നിർത്തി ഒരു 5 മിനിറ്റ് കിടന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വണ്ടി സൈഡിലേക്ക് നിർത്തിയേക്കുമായിരുന്നു. ഡാബയുടെ സൈഡിലോട്ട് കയറ്റിയിട്ടൊരു അരമണിക്കൂർ വെച്ചാൽ കിടന്ന് ഉറങ്ങിയിട്ടോ. എഴുന്നേറ്റുള്ളൂ, വണ്ടി എടുത്ത് വിടുക, ടയറൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചു. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ വണ്ടി ഷിരടി ബൈപ്പാസിൽ കയറി ഉടനെ റൈറ്റ് സൈഡിൽ ഒരു ധാബയുണ്ട് കേട്ടോ. അപ്പം ആ ധാബയിലാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഷിരടി ബൈപ്പാസിലോട്ട് നമ്മൾ ഇൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പം റൈറ്റ് സൈഡിൽ കാണുന്ന ധാബയിൽ അപ്പം നമ്മുടെ വണ്ടികളെല്ലാം വേണേൽ നിർത്തിയിട്ടേക്കും കേട്ടോ. കുളിക്കണം എന്നൊരു പ്ലാനുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും. സമയം ഇപ്പോൾ 7:30 ആയില്ലേ. ചേസ് വണ്ടി ധാബ, രാജസ്ഥാനി ധാബ. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഡ്രൈവർമാരെല്ലാം രാജസ്ഥാനി ധാബയെ മാത്രം നിർത്തുള്ളൂ ഇവർ. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം രാജസ്ഥാനികളാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ധാബകളിൽ മാത്രമേ നിർത്തുള്ളൂ. മോർണിംഗ് സുഹൃത്തുക്കളെ, നമ്മൾ ഷിരടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മൺമേട് റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡിൻ്റെ കിടപ്പുണ്ട്, റോഡ് മൊത്തം മോശമാണ് സുഹൃത്തുക്കളെ. ഇത് ട്രോളി ഉണ്ടോ, നമ്മുടെ ട്രെയിലറിൻ്റെ ട്രോളി ബെൻഡായതാണ് കേട്ടോ, ഹമ്പ് ചാടിയതാട്ടോ. നമ്മൾ ഈ വന്ന ഒരു ഹമ്പ് എടുത്ത് ചാടി അവൻ്റെ ട്രോളി ബെൻഡായി, അങ്ങനെ കുത്തിയിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ദുളിയായിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ നവാപൂർ റോഡിലേക്ക് തിരിഞ്ഞ് നമ്മളിങ്ങോട്ട് കുറച്ചിങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. സമയം ഇപ്പോൾ 2 മണി അടുത്തായി. ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ രാജസ്ഥാൻ ധാബയുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ രാജസ്ഥാൻകാരായതുകൊണ്ട് ഇവരുടെ ധാബകൾ നോക്കിയാണ് നിർത്തുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ ധാബകൾ കയറുക. ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ വണ്ടി 1,44,444 കിലോമീറ്റർ പാസ്സായി കേട്ടോ. പെട്ടെന്ന് ഞാൻ നോക്കും, മീറ്റർ നോക്കിയപ്പം 4444 എല്ലാം അവിടെ കയറി വന്നപ്പോഴും എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫാൻസി നമ്പർ, അടിപൊളിയല്ലേ സുഹൃത്തുക്കളെ. അങ്ങനെ 2 ദിവസം കൂടി ഒന്നും കുളിച്ചു കേട്ടോ. ഇന്നലെയൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേനും തണുപ്പ് കാരണം കുളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നവാപൂർ കാടിൻ്റെ മേളിലാണ് കേട്ടോ, നവാപൂർ കാടിൻ്റെ മേളിൽ. അപ്പോൾ ഇവിടെ എന്നാലും നിർത്തി ഒരു കുളിയെല്ലാം കുളിച്ച് ഇപ്പോൾ വണ്ടി എടുത്ത് പയ്യെ പോകാനുള്ള പരിപാടി കേട്ടോ. നമ്മുടെ നവാപൂർ കാടിൻ്റെ മേളിലൊരു ധാബയുണ്ട്. അപ്പോൾ അവിടെ നിർത്തി കുളിച്ച് ഇനി പയ്യെ വണ്ടി എടുത്തിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. ഇവരുടെ കൂടുതലുള്ള ട്രിപ്പ് എന്തായാലും അടിപൊളി ട്രിപ്പാട്ടോ. എല്ലായിടത്തും നിർത്തി ചായ എല്ലാം കുടിച്ച് അവിടെ ഇവിടെയൊക്കെ നിർത്തിയുള്ള പോക്കാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വേണമെങ്കിൽ സിംഗിൾ അടിച്ച് ഒറ്റ വിടിയിൽ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു 450 കിലോമീറ്ററൊക്കെ പാസ് ചെയ്ത് നിർത്തും. ഇതിപ്പോൾ ഇത്ര നേരമായിട്ട് 250 കിലോമീറ്റർ ഓടി വണ്ടി സ്ലോ ആയി. ഈ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ടീമുകളെല്ലാം അടിപൊളി ടീമുകളാണ്. വൈകുന്നേരം 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എപ്പോഴാണ് സൈഡാവും. ഒരു 350 കിലോമീറ്റർ ഉള്ളിലൊക്കെ ഓടുള്ളൂ. ഇപ്പോൾ ഇത്ര നേരമായിട്ട് 250 കിലോമീറ്റർ ഓടിയതുള്ളൂ രാവിലെ തൊട്ട് ഇത്ര നേരം. പിന്നെ ഒരു 100 കിലോമീറ്റർ ഓടി നമ്മുടെ ഇവിടുന്ന് മഹാരാഷ്ട്ര ബോർഡർ പാസ് ചെയ്തിട്ട് അവിടെ എവിടെയും പോയി കിടക്കാമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കിലോമീറ്റർ ഞാൻ രാവിലെ എടുത്തപ്പോൾ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇപ്പം തന്നെ ഞാൻ നിർത്തിപ്പോൾ 250 കിലോമീറ്റർ ആവുള്ളൂ. ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ കറക്റ്റ് 350 കിലോമീറ്ററായി. അപ്പോൾ 350 കിലോമീറ്റർ ഓടി അവിടെ സ്റ്റോപ്പ് ആകുന്ന ലക്ഷണം കേട്ടോ കാണുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ചൂടല്ലേ, ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഈ ചൂടെല്ലാം കൂടെ വണ്ടിക്ക് ഒന്നാമത് ഈ ക്യാബിൻ്റെ അകത്തോട്ടാണ് വെയിൽ മൊത്തം അടിക്കുന്നത്. ഈ മേളിലോട്ട് വണ്ടിയില്ല,
ഇതൊക്കെ ക്യാബിൻ രാവിലെ ഉദിക്കുന്ന വെയിൽ ക്യാബിൻ്റെ അകത്തോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന വെയിൽ വൈകുന്നേരം വരെ ഇതിപ്പോൾ സമയത്ത് 5:30 5:45 6 മണി വരെ ഈ ലൈലൻഡ് വണ്ടിക്കകത്തൊരു ക്യാബിൻ്റെ അകത്തൊരു വെയിൽ മൊത്തം അടിക്കും കേട്ടോ. അതെന്തൊരു ഇതാണെന്ന് എനിക്കറിയില്ല. അതായത് ഈ ക്യാബിന് ഈ ക്യാബിന് പൊക്കം കൂടുതലായതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൊക്കം കൂടുതൽ, അതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്ന വെയിലെല്ലാം ക്യാബിൻ്റെ അകത്തോട്ട് അടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സൈഡിൽ നിന്നും അവിടെ നല്ല ക്യാബിൻ്റെ അകത്തോട്ട് വെയിലടിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ എല്ലാം മറ്റേ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കണം, എന്താ കൂളിംഗ് ഫിലിം ഒട്ടിക്കണം, നല്ല കാര്യമുള്ളൂ. എന്താ അത് ക്യാബിന് പൊക്കം കൂടുതലാണ് മെയിൻ പ്രശ്നം. ഈ ക്യാബിന് കണ്ടില്ല മേലോട്ട് കൈ എത്തണ്ടോ, മറ്റുള്ള നമ്മുടെ ഭാരതവൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ എത്തി പിടിക്കാൻ പറ്റും. ഇത് ഇവിടം വരെ കണ്ടുള്ളൂ ഈ ഭാരതവൻസിന്. പക്ഷെ ഇത് കണ്ടോ, ഇത് മേളിലിങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഹൈറ്റാണ്. അപ്പോൾ അതിന് ഹൈറ്റ് അനുസരിച്ച് ഈ ഫ്രണ്ട് ഗ്ലാസ്സിന് ഹൈറ്റ് കൂടുതലുണ്ടോ, ഫ്രണ്ട് ഗ്ലാസ്സിന് ഹൈറ്റ് കൂടുതലുണ്ട്. ഈ വെയിൽ കറക്റ്റ് ഗ്ലാസിൻ്റെ അകത്തോട്ട് തന്നെ അടിക്കുള്ളൂ മൊത്തം. അപ്പം നമ്മുടെ വണ്ടികൾ പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനും പയ്യെ എടുക്കുകയുള്ളൂ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ പോകും. നമ്മൾ പയ്യെ എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ ഞാൻ കാണിക്കട്ടോ. 1,44,462 കിലോമീറ്റർ. ഇപ്പം 4,444 ആയതുള്ളത്. ഇപ്പം 62 കയറി കേട്ടോ. ഈ എൻഒക്സ് എന്ന് പറയുന്ന സാധനം തെളിഞ്ഞിരിക്കുന്നുണ്ട്, വണ്ടി വലിക്കുന്നില്ല. ഇത് ഓഫായെങ്കിൽ വണ്ടി ക്ലിയറായിട്ട് വലിക്കുകയുള്ളൂ. ഇച്ചിരി പമ്മിലാണ് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ നവാപൂർ സിറ്റിയിൽ ഫ്ലൈ ഓവർ പാലം പണിയുന്നതിൻ്റെ അവിടുത്തെ ബ്ലോക്കാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മളവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 1/4 മണിക്കൂർ മിച്ചം നമുക്ക് ഇവിടെ ബ്ലോക്ക് കിട്ടി. ഫുള്ള് ബ്ലോക്ക്. ഇതവിടെ ഒരു ചെറിയൊരു ഇതുണ്ടോ ഫ്ലൈ ഓവർ, അതിന് തൊട്ട് താഴെ ഒരു ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. പകൽ അതിൽ വരുന്നവർ കാണുമ്പോൾ അറിയാം. അവിടെ പാലം പണി നടക്കുന്നതുകൊണ്ട് മിക്ക സമയങ്ങളിലും ബ്ലോക്കായിരിക്കും. ചെക്ക് പോസ്റ്റിൽ 2 ഡ്രൈവർമാർ നമ്മൾ അടികൂടും നോക്കും. ഇവന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്താൽ വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കയറ്റാനുള്ളതന്നെ. നോക്ക്, ഇവിടെ കിടന്ന് അടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാ വലിയവൻ, നീനാ വലിയവൻ. ഒരു ട്രാക്കിലേക്ക് 2 സൈഡിൽ നിന്ന് വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒരു ട്രാക്കിൽ? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാക്കിൽ നിൽക്കുന്നുണ്ടോ, അപ്പോൾ ഈ മൂലയ്ക്കൊന്നും ഈ സൈഡിൽ നിന്നും വന്ന് വണ്ടികൾ കയറി കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മൾ ലൈനിൽ ഇങ്ങനെ കിടക്കുക. അവിടുന്ന് ഇവിടുന്നും വണ്ടികൾ കയറി കഴിയുന്ന എങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഒരു ട്രാക്കിലേക്ക്? ഇപ്പോൾ ഇത് അതവിടെ നടന്നെങ്കിൽ ഉണ്ടോ, ലിവറൊക്കെ ആയിട്ടാണ് അടിക്കാനായിട്ട് ടാറ്റാ സിഗ്നയുടെ വണ്ടിക്കാരൻ. രണ്ടുപേരും പിന്നെ മറ്റേ സി എസ് എഫിൻ്റെ ആൾ വന്നിട്ട് 2 പേരെ സമാധാനപ്പെടുത്തി ഏതെങ്കിലും ഒരു വണ്ടി കയറ്റിവിടാൻ പറഞ്ഞ്. എന്താ ഇതൊക്കെയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് ഇതൊക്കെ? മര്യാദയില്ലാത്ത ഒരു ഡ്രൈവിങ്ങിൻ്റെ പഠിച്ചതിൻ്റെ ഒരു ശീലമാണ് ഇതൊക്കെ. ഈ ഒരു അംഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വണ്ടിയായിട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പറയാം വീഡിയോയിലാക്കിയിട്ട്. ഒരംഗം. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളിവിടെ അങ്കളേശ്വറിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. അങ്കളേശ്വരം ബറൂച്ച് പാലത്തിൻ്റെ അടുത്തുള്ള. രാവിലെ ചായ കുടിക്കാനുള്ള റെഡിയാണ്. ചായ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇതൊരു പോഹയെന്ന് പറഞ്ഞ സാധനമാണ്, നമ്മുടെ ഈ അവല് പോലത്തെ ചെറിയൊരു സാധനം. ഞാൻ കുറച്ച് കഴിച്ചു, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. കടിയൻ ഡെവലപ്പേഴ്സിന് വണ്ടി കിടപ്പുണ്ടല്ലോ. നമ്മുടെ ബറൂച്ച് പാലമാണ് കേട്ടോ, ബറൂച്ച് പാലം. നമ്മളങ്ങനെ വഡോദര എഴുതിയിരിക്കുകയുണ്ടോ. വഡോദര നേരെ നമ്മൾ അഹമ്മദാബാദ് കയറുക. എഴുകളെ പോകുന്ന അഹമ്മദാബാദ് എക്സ്പ്രസ് ആയിക്കുള്ള വഴി കേട്ടോ. നമ്മുടെ കമ്പനിയുടെ ഒരു ലോക്കൽ ഓടുന്ന വണ്ടിയായി പോകുന്ന കേട്ടോ. ലോക്കൽ വണ്ടി. സൈഡിലേക്ക് ചെരിഞ്ഞാണല്ലോ പോകുന്ന വണ്ടിയുടെ ചെരിഞ്ഞ്.
ബബ്ലിജ് എത്തി കേട്ടോ. ബബ്ലിജ് നമ്മുടെ കൊക്കക്കോള കമ്പനിയുടെ അവിടെ എത്തി. ലോഡ് കയറ്റുന്നുണ്ട് അവിടെ. നമ്മുടെ കമ്പനി വണ്ടികളൊക്കെ ലോഡ് കയറ്റാൻ കിടപ്പുണ്ട് കേട്ടോ അവിടെ. കണ്ടോ, ലെഫ്റ്റും റൈറ്റും എല്ലാം ഇഷ്ടം പോലെ വണ്ടികളാണ് പോകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് ബൈപ്പാസ് വഴി നേരെ നമ്മൾ മെഗസേന വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേൽ റിംഗ് റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. റിംഗ് റോഡ്, അതായത് നമ്മുടെ അഹമ്മദാബാദ് ബൈപ്പാസ് റിംഗ് റോഡ് എന്ന് പറയാം. നമ്മൾ അപ്പുറത്തെ റൗണ്ടിൽ കറങ്ങിപ്പോയി ഇറങ്ങാനുള്ള വഴിയാണ്. ഞാൻ കുറേ നേരം നിർത്തിയിട്ടേക്ക് വരുന്നു. ഈ പകൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. KDN ഹോസ്പിറ്റൽ, KDN കമ്പനി എന്ന് കിട്ടുന്നുണ്ട്. കൊള്ളാം. KDN കമ്പനി എന്ന് കേട്ടിട്ടുണ്ട്. KDN ഹോസ്പിറ്റൽ ആദ്യം കേൾക്കുന്നു കേട്ടോ. അഹമ്മദാബാദിലെ KD ഹോസ്പിറ്റൽ കൊള്ളാം. ശാന്തിഗ്രാമാണ് കേട്ടോ. ശാന്തിഗ്രാം. നമ്മുടെ കൂടത്തിലുള്ള വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. 3 വണ്ടിയുണ്ട് ഫ്രണ്ടിൽ. ഇതുപോലെ ചില്ലോട പോകുന്ന വഴിയാട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെ നമ്മളിപ്പോൾ ചില്ലോട പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഗസാന റോഡ് കിട്ടുള്ളൂ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ. പാലൻപൂര് മെഗസാന. വെൽക്കം ടു മെഗസേന അഹമ്മദാബാദ്. കാടി മെഗസേന പാലൻപൂര്. ഇപ്പോൾ നമ്മൾ മെഗസേന ബൈപ്പാസിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. മെഗസേന ബൈപ്പാസിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇവിടുന്ന് ഫുള്ള് തിരിവാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റോഡ് തിരിഞ്ഞു പോകാം. AITPയുടെ ബഹളമാണ് കേട്ടോ ഈ റൂട്ടിൽ. എന്ത് ബസ്സാണ് ഓടുന്ന അറിയോ, ഒരു രക്ഷയില്ലാത്ത ബസ്സുകളോട്ടോ. എല്ലാം അഹമ്മദാബാദ്, വഡോദര, പിന്നെ അതുപോലെ ഈ സിദ്ധാപൂര് ഗ്യാസ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പാലൻപൂര് സിറ്റിക്കകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പാലൻപൂര് സിറ്റി കേട്ടോ. ഇവിടെയൊക്കെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കുള്ള ഏരിയ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ വെളുപ്പ് കൂട്ടി തന്നെ പാസ്സായി പോകുന്നതാണ്. രാത്രി മൊത്തം ഫുള്ള് ഓടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റിലേക്ക് വന്ന് കയറി. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പം നിരന്തരമായിട്ടുള്ള ഓടിയതിന് ശേഷം കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പയ്യെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൻ്റെ ബോർഡറാണ് കേട്ടോ, പഴയ ഗുജറാത്ത് ബോർഡർ.
ICICI ബാങ്കിൽ വന്നു കേട്ടോ പൈസ എടുക്കാനായിട്ട്. ATM അഡ്വാൻസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എടുക്കണം. എടുത്തു. അംബാജി ഇൻഡസ്ട്രി ഏരിയ റോഡ് ബ്രാഞ്ച്. അങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് മരനിരകളാണ് ബൈക്ക് അങ്ങേറ്റമില്ല. താഴേക്കൂടെ റെയിൽവേയും. മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുന്ന മലനിരകളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ രാത്രി ആയപ്പോൾ അന്യ തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ എന്നെ തണുപ്പായിരുന്നു രാത്രി കിടന്നപ്പോൾ. നമ്മൾ കുളിക്കുന്ന വെള്ളം കേട്ടോ. ഇഷ്ടംപോലെ മലനിരകളും കേട്ടുള്ള സ്ഥലം കണ്ടോ. ഇപ്പോൾ നമ്മളിവിടെ വണ്ടി ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂടത്തിൽ വന്ന് ബായിയുണ്ട്, ബായിയുടെ വണ്ടിയുണ്ട് ഇവിടെ. ബായി തന്നെ അങ്ങേറ്റം നിന്ന് ഫോൺ വിളിക്കുന്നു. ഇതാണ് നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. അടുത്ത് നിന്ന് കുളിക്കുന്നുണ്ടോ? ഭയങ്കര വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ വെയിലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇപ്പം പാലൻപൂരെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജോധ്പൂരിനടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇത് അങ്ങേറ്റത്ത് കിടപ്പുണ്ട്. ഇത് 2 വണ്ടി കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. ചായ കുടിക്കാൻ നിർത്തിയതുണ്ട്. നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ദാവയിൽ നമ്മൾ കുളിക്കാനുള്ള വെള്ളം കേട്ടോ. കാണിച്ചു. ഇതിപ്പോൾ ഒരുത്തനവിടെ ഒന്ന് കുളിക്കുന്നുണ്ടോ, നമ്മുടെ ഡ്രൈവർ കേട്ടോ. ഈ വണ്ടിയുടെ ഡ്രൈവറാണ്. ഇതാണ് നമ്മുടെ ടാങ്കിലെ വെള്ളം. ഈ വെള്ളത്തിൽ വേണം കോരി കുളിക്കാൻ.